ഹായ്, ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ വാഴേനെ പറ്റിയിട്ടൊരു വിശേഷം പറയാനുള്ളതാണ്. എന്താ വെച്ചാൽ ഞങ്ങളിതിപ്പം ഫസ്റ്റ് ഞങ്ങൾ കുമ്മായിട്ട് ഒരാഴ്ച ഞങ്ങൾ വീട് ചെയ്താണ്, അതെന്നോട് ഞാൻ പറയാം. കുമ്മായിട്ട് രണ്ടാമത് തുറന്നിട്ട് കോഴി വളർത്തിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇംഗ്ലീഷ് വളർട്ട് 16 ഇട്ട്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം പിന്നെ ഞങ്ങളിപ്പോൾ ചെയ്യേണ്ടത് അയർ എന്ന് പറഞ്ഞൊരു വളമുണ്ട്. അയർ എന്ന് പറഞ്ഞാൽ ഒരു സൂക്ഷ്മാണു വളമാണ്. അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് KVK കേരള കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് ഇറക്കണ വളം. ജീവാണുവളം എന്ന് പറഞ്ഞാൽ അതിന് വാഴക്ക് നല്ല കരുത്തും രോഗങ്ങളൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ടൊരു വളമാണ്. അതൊരു കിലോന് ഒരു 100 രൂപ താഴെ വരുന്നൊരു വളം. അത് 2 പ്രാവശ്യം 200 ഗ്രാം ഒരു വാഴ കിട്ടണം. അപ്പോൾ അത് കുറച്ച് പൈസ ഒരു 1800 രൂപേനെ എടുത്ത് പറ്റും. ഞങ്ങൾക്ക് 100-150 വാഴേനെ എടുത്തിട്ടുണ്ട്. അതിന് 1800 രൂപ. ഒരു തടത്തിൽ 2 വാഴ വെച്ച് എങ്ങനെ വാഴ കൃഷി നമുക്ക് ആദായകരമാക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തടത്തിൽ 2 വാഴ വെച്ച്. ഇതൊരു വാഴയാണ്. ഈ വാഴേൻ്റെ വളർച്ചയും തുല്യതല്ല, ഒരു മാറ്റമില്ല. ഇത് ടിഷ്യൂ കൾച്ചർ ഇനത്തിൽപ്പെട്ട ഒരു വാഴയാണ്. വാഴ അതിൻ്റെ വരവ് നോക്കിയാൽ ഒരേ വരവാണ്. അതിനും ഒരു ഇതില്ല, വണ്ണം കൂടി. ഇനിയിപ്പോൾ ഞങ്ങളിതിന് ചെയ്യുന്നത് വെച്ചാൽ പശുവിൻ്റെ ചാണകവും പിണ്ണാക്കും കൂടി കൂട്ടി വെച്ച് ശർക്കരയും കൂടെ ഇട്ടിട്ട് മിശ്രിതം എടുത്ത് റെഡി ആയി വരേണ്ടത്. അത് ഞങ്ങൾ ഒഴിക്കും. ഇത് നോക്കി, ഇതൊരു ടിഷ്യൂ കൾച്ചർ വാഴേൻ്റെ നീന്ത്രവാഴയും ഇതൊരു കന്നിന് ചെറിയൊരു കന്ന് ഞാൻ കുഴിച്ചിട്ടാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് വ്യത്യാസം ടിഷ്യൂ കൾച്ചറിന് ഇതിൻ്റെ എന്തായാലും ഈ ഐറ്റിൽ ബന്ധമില്ല. എന്നാൽ 2 വാഴക്ക് ഒരേ ലെവലാണ് വരുന്നത്, വളർച്ചയൊക്കെ ലെവൽ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഒരു 25-30 വാഴയുണ്ട്, അവിടെയുണ്ട് ഒക്കെ. ഒരു വീഡിയോ ആണ് കാട്ടുന്നത്. അയറിട്ട് കഴിഞ്ഞാൽ 15 ദിവസത്തിന് പിന്നെ ഇംഗ്ലീഷ് വളം ഇവിടെ ഇടാൻ പാടില്ല. അത് ജീവാണുവളം അതിനെക്കൊണ്ട് അത് ശരിക്കും അതിനെ ബാധിക്കുന്ന പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുക്കളൊക്കെ നശിച്ചു പോകും. അതിനെക്കൊണ്ടാണ് ഇംഗ്ലീഷ് വളം ഇട്ടതിന് ശേഷം ഇടാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു വാഴയാണ്. പക്ഷേ അതിലിപ്പോൾ നമുക്കൊരു ഭയങ്കര സങ്കടമായ ഒരു കാഴ്ച എന്താ വെച്ചാൽ 2 ടിഷ്യൂ കൾച്ചർ വാഴകളിൽ റോബസ്റ്റിൻ്റെ കന്നിന് ആ കന്ന് 1000 രൂപ വെള്ളത്തൂമ്പ് വന്നു. അപ്പോൾ നിങ്ങൾ വെട്ടി ഒഴിവാക്കുകയാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമ്മൾ വെട്ടി ഒഴിവാക്കാൻ എന്താ വെച്ചാൽ ഇത് അടുത്ത വാഴക്കും പകരുന്നതാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ ഇത് കുഴി വെട്ടിയിട്ട് വളർന്നത് കാട്ടി. പിന്നെ രണ്ടാമത്തേത് എന്ന് വെച്ചാൽ തടം തുറന്നിട്ട് ഇതിട്ട്. ഇപ്പം 3ാമത്തെ വീഡിയോ ആണ് ഞങ്ങൾ ഇടുന്നത്. ഇത് ശരിക്കും 6 മാസം 5-6 മാസത്തിനുള്ളിൽ കുലയ്ക്കുന്നതാണ് ഈ വാഴേനെ പറ്റിയിട്ട് പറഞ്ഞിട്ട്. ചെറിയ തറി മതി, ഓവറായിട്ട് വലിപ്പം വെക്കൂല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വാഴ വെച്ചത്. ഞാൻ ആദ്യം സ്വർണ്ണമുഖിയൊക്കെ വെച്ചാണ്. സ്വർണ്ണമുഖി, ആറ്റുനേന്ത്ര, എന്നിട്ട് 3ാം ടൈപ്പ് വാഴയാണ്. അപ്പോൾ വാഴക്കൃഷിയിലൊക്കെ ഇങ്ങനെ ഈ ഒരു തടത്തിൽ നമുക്ക് വളം നമ്മളെ പണികളൊക്കെ വളരെ ചിലവ് കുറവാണ്. അതിനുകൊണ്ടാണ് ഞാൻ ഒരു തടത്തിൽ 2 വാഴ വെച്ചത്. കണ്ട് ഒരുമിച്ച് തന്നെ കുലയ്ക്കും. ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ 2 കന്നും ഒരേ വലിപ്പമായിരിക്കണം. അതായത് പമ്പുമ്പോൾ മോട്ടർ വെള്ളം അവിടുന്ന് കിട്ടണമെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റാണ് ചെറിയ വാഴക്കുണ്ട്. എന്നാൽ പിന്നെ അവിടുന്ന് അതിൽ 2 ഒരേ കന്നുകൾ വെച്ച് ഇങ്ങനെ നമുക്ക് വരാം. വലിയ വാഴ അവിടുന്ന് കൊല. അപ്പോൾ ഒരു വാഴ കന്ന് ചെറുത്, ഒരു വാഴ കന്ന് വലുതുവാണെങ്കിൽ എന്താ വെച്ചാൽ ഒന്ന് ആദ്യം കുലച്ച് വെട്ടിക്കഴിഞ്ഞ് രണ്ടാമത് നനയ്ക്കാൻ ആ ഓസൊക്കെ വലിച്ചുകൊണ്ട് വരണം. അതിനെക്കൊണ്ടാണ് 2 കന്നും ഒരേ ലെവലിൽ വെക്കാൻ വേണ്ടി പറയുന്നത്. ഇനിയിപ്പോൾ അതിൽ ഞങ്ങളിപ്പോൾ ഞാൻ 2 വാഴ ആദ്യമായിട്ടല്ല, അതിന് മുന്നേ വെച്ചിന്. അതൊക്കെ നല്ല കൊല കിട്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഒരു വാഴക്കുളം സൂക്കടായത് ഒന്ന് വെട്ടുകയാണ്. അത് വെട്ടണ വീഡിയോ കൂടി പറഞ്ഞിട്ട്. ഈ വാഴക്ക് വെള്ളത്തുമ്പാണ് വരുന്നത്. വെള്ളത്തുമ്പ് വന്നു കഴിഞ്ഞാൽ അത് കാൽസ്യത്തിന് കുറവായാലും ഇട്ടാണ് വരും. പിന്നെ അത് കേട് വന്നു നന്നാവില്ല. അപ്പോൾ മറ്റുള്ള വാഴക്കും വരുന്നതാണ് പറയുന്നത്. അത് കുമ്മായ എല്ലാ സാധനം ഇട്ടതാണ്. എന്നിട്ടും വാഴക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെട്ടി ഒഴിവാക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇത്രയ്ക്കൊരു വാഴ നമ്മൾ വെട്ടി ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ഒരു 10-400 രൂപ നമുക്ക് ചിലവുണ്ടാവും. ഇത് കന്നും ഇതിൻ്റെ പണിക്കൂലിയും എല്ലാം കൂടെ നോക്കും. വേണ്ട, ഇതിൻ്റെ ഇല ഉണ്ടല്ലേ, ഇങ്ങനെ ഇതിലാണ് ഇത് വരുന്നത്. ഒരു 2 തുമ്പ് കൂടെ കഴിഞ്ഞിട്ട് വെട്ടിയാൽ മതി. നല്ലത് ആ വെള്ളത്തുമ്പ് തന്നെയാണ്. അത് കണ്ടുകൂടുമ്പോൾ തന്നെ നമുക്കറിയാം. കൃഷി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്, വാഴക്കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെ പറ്റി അറിയാം. കേട്ടോ, മറ്റേ വാഴ തൂമ്പിൻ്റെ വരവും ഇതിൻ്റെ വരവും കണ്ടില്ലേ, വെള്ളത്തൂമ്പാണ് വന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ വെട്ടി ഒഴിവാക്കണം. ഈ വാഴ അത് ഒരേ കന്ന് തന്നെയാണ്. പക്ഷേ ആ വാഴ കന്നിനിക്ക് ആ സൂക്കട് വന്നിട്ടില്ല. കണ്ടോ, ഇല കണ്ട നല്ല ഉഷാറായിട്ട്. അപ്പോൾ ഇതിനൂടെ വെട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് വീണ്ടും അത് സൂക്കടായിട്ട് മാറും. അപ്പോൾ ഞാനിത് ഭയങ്കര സങ്കടത്തോടു കൂടിയായിട്ടത് വെട്ടണത്. പശുവും കൂടെ തിന്നില്ല അതിൻ്റെ അല്ല, അതിൻ്റെ കുഴപ്പം.
ഇടാ ഇടാ ചുരുട്ടിപ്പോയതുണ്ടാ ഈ വലിയ അലി ഈ വിലയും അങ്ങനെ ഉണ്ടല്ലേ, വെള്ള അലി മറ്റേ കറുപ്പലി. അപ്പോൾ അതിനോട് അത് വെട്ടുകയാണ്. നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി വെട്ടുമ്പോൾ, കാരണം കൊലക്കടുത്തൊരു വാഴയാണ് വെട്ടണത്. അപ്പോൾ അത് വെട്ടിക്കാട്ടെ. ഇതിൻ്റെ എടുത്തൊന്നും ഇടാൻ പാടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. എന്നാലും നാളെ മണ്ണിര കമ്പോസ്റ്റിലേക്ക് ഇടാം. ഏതായാലും ഇലേൻ്റെ വ്യത്യാസം കണ്ടോ, വെള്ളത്തൂമ്പാണ് കണ്ടോ, സൂക്കടാണിത്. ഇത് ഒരു വൈറസ് രോഗമാണ്. അത് വാഴക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എടുത്തുള്ളതിനും കൂടെ പകരാണ്ടിരിക്കാനാണ് നമ്മൾ വേഗം വെട്ടം. ഒരേ തടത്തിലാകുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ ഈ രോഗങ്ങളൊക്കെ വന്നാൽ ഉടനെ വെട്ടി ഒഴിവാക്കുക. അപ്പോൾ അത് നമുക്ക് നഷ്ടം സങ്കടമൊക്കെ തോന്നും. അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ മറ്റുള്ള വാഴക്കൂടെ ഇപ്പോൾ പകരാണ്ടിരിക്കാനാണ് ഇത് വെട്ടാൻ വേണ്ടി പറയണത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇവിടുന്ന് ഒരു 50 വാഴ അവിടെയുണ്ട്, 50 വാഴ അവിടെയുണ്ട്. ഒരു തടത്തിലായതുകൊണ്ട് 2 വാഴ സ്പേസൊക്കെ കുറച്ച് മതി. തുറക്കുമ്പോൾ നമുക്ക് വലിയൊരു ഇതായിട്ട് തുറക്കണം. അപ്പോൾ ഇതൊരു 2 വളം കൂടെ ഇട്ടാൽ ഞങ്ങൾ മൂടിയിട്ട് അയറിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 15-20 ദിവസം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഈ ഒരു വീഡിയോയും കൂടെ നമുക്ക് വിട്ട് കാട്ടിത്തരും. എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കണം. ഞാനും കുറച്ച് കൊല്ലമായി വാഴ വെക്കണത്. എന്നാലും പുതിയ അഭിപ്രായങ്ങൾ പുതിയ കർഷകരുടെ അടുത്തുനിന്നും പഴയ കർഷകരുടെ അടുത്തുനിന്നൊക്കെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അത് പറഞ്ഞു തരാൻ നമുക്ക് വലിയൊരു അറിവാണ്. ഞാൻ എൻ്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.